അപ്പൊ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതായത് നമ്മളിന്നിപ്പം ലേ ലഡാക്ക് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ലഡാക്കൊക്കെ അടച്ചു എന്നാണ് പറയുന്നത്, എങ്കിലും പോയി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കിടിലൻ ട്രിപ്പാണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. പിന്നെ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. സ്നോയിൽ ഒത്തിരി ചാലഞ്ചസ് ചെയ്യാന്ന് പലരും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആ വീഡിയോ എടുക്കുന്ന വ്യക്തിയാണ് ചാലഞ്ച് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പം ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിഷ് ചെയ്യാം. ഒന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. നാണം വരുന്നത് കാരണം കഴിക്കാൻ പ്രായമായി കേട്ടോ. അപ്പം ബർത്ത്ഡേ ദിവസത്തിൽ പ്രായം ചോദിക്കരുതാണ്. എങ്കിലും 30 വയസ്സായോ സാമേ? 24. അപ്പൊ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും സാം സ്റ്റിൽ ബാച്ചിലർ ആണ്, പ്രായം കൂടി വരികയാണ്. അപ്പൊ ഒത്തിരി നാൾ സാമിന് സഹിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. MSW പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനാണ്. അപ്പോൾ സോഷ്യൽ വർക്കാണ് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ബന്ധപ്പെടുക. അപ്പോൾ ചലഞ്ചസ് ഒക്കെ വേറെ സർപ്രൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിന്റെ പുറത്ത് ഒന്ന് കാണിക്കാം. അതിന്റെ ബാൽക്കണിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ സമയം ബാൽക്കണി കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്റെ ഒരു ഷഡ്ജ് അതെടുക്കരുത്, അത് മാത്രം കൊണ്ടുപോയി. അതാണ് ഷഡ്ജ് കാണിക്കല്ലോ, വാല്യൂ കാണിക്കാറ്. ഇവിടെ അല്ല, അവിടെ. അതാണ് നോക്കൂ. നല്ല കിടിലം വ്യൂ അല്ല ശ്രീത്തെ? ഒരു രക്ഷയില്ല. ശരിക്കും ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഈ കുളുവിന് നമ്മളിപ്പം ഏകദേശം ഒരു 1.5 മണിക്കൂർ പുറകിലാണ്. 10-20 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഒരു വഴിയാണ്. ഈ വഴി അങ്ങനെ അധികം വണ്ടിയുള്ള വഴിയല്ല, മെയിൻ റോഡല്ല. ഇത് വേറൊരു ഷോർട്ട് കട്ട് റോഡാണ്. ഗൂഗിൾ ഇന്നലെ അവിടെ മറ്റേത് 19 മിനിറ്റ്സ് ട്രാഫിക് ഉള്ളതുകൊണ്ട് കാണിച്ച വഴിയാണ്. പക്ഷേ സംഭവം അടിപൊളി വ്യൂ. എന്ത് ഹൈറ്റിലാണ് നമ്മൾ വന്നല്ലേ. താഴെയൊക്കെ ഭയങ്കര അഗാധമായ കൊക്കെയാണ് റൂട്ട് വന്നത്. പക്ഷേ രാത്രിയാവണാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഈ മണാലി കുളു എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലഡാക്ക് ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം അവിടെ പോയിട്ട് അവിടെ നിന്നോട്ട് തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കാരണം അവിടെ അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം വരുമ്പോൾ നമ്മൾ മണാലി സ്റ്റേ ചെയ്യും. മണാലി കുളു ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോസ് തീർച്ചയായിട്ടും വരും. ഇപ്പം പലരും പറയുന്ന വ്യൂസ് ഇല്ല, കാരണം നമ്മൾ ഓടുവാണ്. എങ്ങനെയും അവിടെ എത്തണം എന്നുള്ള ആ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ലക്ഷ്യം അവിടെയാണ്, ലഡാക്കൊക്കെയാണ്. ലഡാക്ക് അടച്ചിരിക്കുന്നു, എങ്കിലും നമ്മൾ ശ്രമിക്കും. മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ നമ്മൾ പോകും. അപ്പോൾ നമുക്ക് അറിയാം. നമുക്ക് ഒരു അതിഥിയുണ്ട്. അതിഥി നമ്മുടെ റൂമിലേക്ക് വന്ന ചേട്ടനാണ്. നീൽമണി. അപ്പൊ ചേട്ടൻ ഇന്നലെ ബാഗ് എടുത്ത് ചോദിച്ചു, ഒരു ബാഗ് ഉള്ളൂ. നമ്മൾ ഇന്നൊരു ബാഗല്ല, ഒരു 1.5 ബാഗുകളാണ്. എല്ലാവർക്കും ഒരു 2-3 ബാഗ് വെച്ചിട്ടുണ്ട്. അതുപോലെ ലഗേജ് ഫുള്ളായിട്ടാണ്. ഇനി ഒരാൾ വന്നാൽ ചിലപ്പോൾ അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലാണ് സാധനങ്ങൾ. അപ്പം ഈ ഹോട്ടലിലെ പുറത്തുവശം കാണിക്കുക. അത്യാവശ്യം പെഷാവർ വാലി വ്യൂ ഹോട്ടലാണ്. റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല ഫുഡാണ്, നല്ല കാര്യങ്ങളാണ്. നല്ല എന്താ പറയുക, റൂമും കാര്യങ്ങളും. ഇന്നലെ കണ്ടോ നമ്മൾ കിടന്ന കണ്ടോ, ബ്ലാങ്കറ്റ്, പിന്നെ ഇതെല്ലാം ഇട്ടാണ്. ഇവിടുത്തെ തണുപ്പ് കണ്ടോ, 10 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ് ഇപ്പം. അപ്പൊ ഈ തണുപ്പത്ത് നമുക്ക് സർവേ ചെയ്യണമെങ്കിൽ ജാക്കറ്റ്സ് വേണം. ഇത് നോർമൽ ഇപ്പം അകത്ത് ഉള്ളനായിട്ടുള്ള ജാക്കറ്റ്സ് ആണ്. അതുപോലെ ഉള്ളൻ നമുക്ക് എന്താ പറയുന്നത്, തെർമൽ സോക്സ് വേണം, തെർമൽ ഇന്നർവേഴ്സ് വേണം. അതുപോലെ തന്നെ എന്താ പറയുക, കയ്യിലുള്ള ഗ്ലൗസ്, തെർമൽ ഗ്ലൗസസ് വേണം. പിന്നെ നമ്മൾ ലഡാക്ക് അവിടെയൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ -ഡിഗ്രിയിൽ ഇരുന്ന ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വേണം. ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതങ്ങ് മാറ്റും. ഇതിപ്പം ഞാൻ അകത്ത് തെർമൽ ഇന്നർവേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തെർമൽ ഇന്നർവേഴ്സ് കാണിക്കാൻ പറ്റും. ഇതുകൊണ്ട് ഈ തെർമൽ ഇന്നോവേഴ്സ് ആണിത്. അപ്പം ഇത് ഇട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളെല്ലാവരും ഇട്ടിട്ടില്ല. പിന്നെ എല്ലാവരും ഇട്ടില്ല. സാമിന്റെ
തെർമൽ പോയിട്ട് അങ്ങനല്ല അങ്ങനെ തണുത്ത വെള്ളത്തിലാണ് സാമി കുളിച്ചേക്കുന്നത്. ബർത്ത്ഡേ ആണെന്ന് സാമി കുളിച്ചു. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. തണുത്ത വെള്ളത്തിൽ അത് തണുത്ത വെള്ളത്തിൽ കുളിച്ചു. ഇപ്പൊ ഇത്രയും ദിവസം സാറിന് നീ അടിവാരം തന്നെ കുളിക്കത്തുള്ളത് പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ച് രാവിലെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം കൂടി പ്രതീക്ഷിച്ചാൽ കുറച്ചൊന്ന് വിനയായിട്ടുണ്ട്. അതൊന്ന് വൃത്തിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിയാണ്. അതായത് ഒരു സൈഡ് കംപ്ലീറ്റ് മല തുറന്നുണ്ടാക്കിയ റോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതുണ്ടോ, ഇങ്ങനെയുള്ള റോഡ്സിലാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ രാത്രി ഈ റോഡിൽ കൂടെയാണ് മണിക്കൂർ കണക്കിന് നമ്മൾ വന്നത്. ഇപ്പോൾ താഴെ ഫുൾ അഗാധമായ പൊക്കയാണ്. തിരിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നമ്മൾ പോകുന്ന വഴി. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകളാണ്. പോകാത്ത വഴികൾ, കാണാത്ത കാഴ്ചകൾ. ഇനി കാണാനുള്ളത് ഇതിലും മനോഹരം. നമുക്കിത് എത്ര സമയമാണ് സുഹൃത്തെ? 3 മണിക്കൂറുണ്ട്. 20 minutes, 108 kilometer. ആദ്യം നമുക്ക് ഫുള്ള് എത്തും. ഫുള്ള് ഒരു 1 hour. അത് കഴിഞ്ഞിട്ട് പിന്നെ മണാലി, പിന്നെയാണ് പ്രഷാർ ലേക്ക് 23 കിലോമീറ്റേഴ്സ്. ഫുള്ള് 43. പ്രഷാറിലേക്ക് താഴോട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ പ്രഷാറിലേക്ക് എടുക്കുന്നതായിരിക്കും. പൈൻ മരങ്ങളുണ്ട്, പൈൻ മരങ്ങൾ. ഒരു രക്ഷയില്ല. നമ്മൾ വീഡിയോയിലും പിക്ചേഴ്സിലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഇമേജസ് ആണ് പൈൻ മരങ്ങളുടെ. അപ്പോൾ അതിന് നടുക്കൂടെ പോകാനും സാധിച്ചു. ഒരു അടിപൊളി വ്യൂ അല്ലേ, എന്താ രസം.
ഇവിടുത്തെ ആടിനെ കണ്ടോ അല്ലേ? എന്നാ രോമോ, ഇതിന്റെ രോമം ഉപയോഗിച്ചാന്ന് തോന്നുന്നു ഈ പ്രത്യേക തരത്തിലൊരു വുളൻ സെറ്റ് ഉണ്ട്, എന്തോ പശ്ചിം വുളൻ എന്ന് പറഞ്ഞ് 8 സെറ്റിന്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ മോക്ക് കഴിഞ്ഞ വർഷം സ്കൂളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അതിനെ പറ്റി. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നെ അവിടെ പോകുമ്പോൾ ഇന്ന സെറ്റർ മേടിക്കണമെന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ സെറ്റർ എടുക്കുന്ന ആടാണിത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോക്കാൻ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ്. അവിടുത്തെ ബാർക്കിംഗ് ഡിയറിനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ബാർക്കിംഗ് ഡിയറിനെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ നോഹാസ് ട്രീ ഹൗസിൽ പോയപ്പം കണ്ടിരുന്നു. അപ്പോൾ നോഹാസ് ട്രീ ഹൗസ് നമ്മുടെ അവിടെ പോയാലും ബാർക്കിംഗ് ഡിയറിനെ കാണാം. ആ സംഭവം ഇവിടെ ഉണ്ട്. അത് എല്ലായിടത്തും അധികം കാണുന്നില്ല, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതറൊരു ബോർഡാണ് ഹിമാചൽ പ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുളു വൈൽഡ് ലൈഫ് ഡിവിഷൻ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണാമോ എന്നറിയത്തില്ല, നല്ല മഞ്ഞുമല, നല്ല വ്യൂ ആണ് മഞ്ഞുമലയുടെ, നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ പട്ടിയെ കണ്ടോ, ഒരു രക്ഷയില്ല, എന്താ രോമ. ഇവിടുത്തെ ആട്ടിടയന്മാർ വരുന്നുണ്ടോ, ആടിനൊക്കെ കൈ വെച്ചിട്ട്. ये इसको क्या बोलते हैं? भेड़ बकरी। भेड़ बकरी, हाँ। ये सेटर इसके, ये सेटर है ना, सेट इसमें से बनाते हैं ना, ये सेट बनता है। ये सेटर को क्या बोलते हैं? इसको बोलते हैं बकरी, इसको भेड़ी। हाँ, भेड़ू भेड़ू। ये सेटर को क्या बोलते हैं? पश्चिम मुलन। हाँ, ओके ओके. ഭയങ്കര വലിയ ആടുകളാണ്. അപ്പം ആട് ഫാം ഉള്ളവർക്കും കാണാൻ പറ്റിയൊരു സംഭവമാണ്. എന്നെ വലിയ ആടുകളല്ലേ സമയം സുഹൃത്തുണ്ടോ? ഞാൻ ഇവിടുന്ന് കണ്ടായിരുന്നു, ആ കൂട്ടമായിട്ട് പോകുന്നു. ഭയങ്കര വലിയ ആടുകൾ. എന്താ ഇതിൽ നിന്നാണ് ശരിക്കും ആ പശ്ചിമുള്ള എന്ന് പറയുന്ന സാധനം ആ സെറ്റർ ഉണ്ടാക്കുന്നത്. അപ്പൊ ആടിനെ ഇങ്ങനെ മലയിലോട്ട് കൊണ്ടുപോകണം. പ്രത്യേക എന്താ പറയാ തരത്തെ ഓരോ സ്ഥലങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം ഓരോരുത്തരെയും ശ്രദ്ധിക്കും. പട്ടിയാണെ പോലെ അല്ലേ, ഭയങ്കരം.
മഞ്ഞുമല ഉണ്ടോ? ഇവിടെ ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ ഒരു തുള്ളി സ്ഥലമില്ല. വളരെ റിസ്കിയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്ന കാര്യം. നാറ്റം പശു കത്ത് കിടക്കാൻ തോന്നുന്നു. 27 കിലോമീറ്റർ. ഇത്രയും ഡെഡ് എൻഡിൽ കൂടെയൊക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മല ഇറങ്ങുവാന്ന് തോന്നില്ല. ഇവർ ഓരോ മല കയറുക, ഇറങ്ങുക, അടുത്ത മല കയറുക. യാക്കാണോ എന്താണ് അതുപോലത്തെ ഒരു സാധനം? ഒരു ഗുമ്മുള്ള സാധനമാണല്ലേ. ഇവിടുത്തെ വീടിന്റെ മേൽക്കൂരയൊക്കെ ഒരു വ്യത്യസ്തമായ ശൈലി. അതായത് തടിയും കൊണ്ട് നിർമ്മിച്ച വീട്. അത് 2 തട്ടില് 2 നിലയുള്ള വീടുകൾ. ഈ കാണുന്ന മല ഇവിടെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത്. ഹലോ ഗായ്സ്. തുടങ്ങിയ ഹലോ ഗായ്സ്. നമ്മളിപ്പോ എന്താ പറഞ്ഞേ കുളു എത്തി. അപ്പം കുളുവിലേക്കുള്ള മണാലി അല്ലെങ്കിൽ യാത്രാ മധ്യേ നമ്മളൊരു എന്താ പറയുക കടയിൽ കയറിയാണ് കഴിക്കാനായിട്ട്. നല്ല ആംബിയൻസ് ആണ്. താഴെ ചെറിയ അരുവികൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സംഭവമാണ്. ഇതെന്താണെന്നറിയില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്നൊരു ടേസ്റ്റിയാണ്. ഇത് ആലു പൊറോട്ടയാണ്. പിന്നെ വെജ് മൊമോസും പറഞ്ഞിട്ടുണ്ട്. ഇത് ഹിമാചൽ ഇവിടെ മാത്രം കിട്ടുന്ന സാധനം തോന്നുന്നുണ്ട്. ഒരു പുളിയുണ്ട് അല്ലേ? ഇതെന്താന്ന് ആർക്കും പുളിയുണ്ട്. ഇത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. സാധനം എന്താണെന്ന് മനസ്സിലല്ല. ഇവിടെ ചെറിയ പുളിയുണ്ട്. ഒരു അച്ചാർ പോയി. ഇവിടുത്തെ അച്ചാർ നല്ല ടേസ്റ്റ് സൂപ്പറാണ്. അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ കണ്ടറിയിക്കാം. അത് വേറെ ഗൈസ് സാമിന് വട്ടായി തോന്നുന്നു. സാബ് കാർത്തിക് സൂര്യയെ എന്താ പറഞ്ഞ അതുപോലെ ആക്കാൻ വേണ്ടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമിന് വിശന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. കണ്ണ് കാണുന്നില്ല. വാവ്, നമ്മുടെ വെജ് മൊമോസ് ഇവിടെ വന്നിട്ടുണ്ട്. रोटी नहीं और ना बड़ा भैया और एक रोटी
നിങ്ങൾ പേപ്പർ അടക്കം കഴിച്ചു. നമ്മുടെ സാമ് ഈ പൊറോട്ടയുടെ കൂടെ താഴെയുള്ള ടിഷ്യൂ ഉണ്ടല്ലോ അത് ഉൾപ്പെടെ കഴിച്ചിരിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, സംഭ്രാന്തനാണ്. ഇതെല്ലാം ഷെയർ ചെയ്യാം ഉള്ളത്. അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ രസമുള്ള ചേട്ടനാണ്. സേ ഹായ്. ഹായ്. കണ്ടോ, ഇവിടെ ജിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. ആ കസാരയിൽ ഇരുന്നാല് റേഞ്ച് കിട്ടുന്നത്. എന്താണ് അഭിപ്രായം? പറയൂ. നല്ല അഭിപ്രായമാണല്ലോ. കേട്ടോ, എത്ര സന്തോഷമായിട്ട് അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന മനുഷ്യൻ. ഇവിടെ ഒന്നും നിന്നപ്പോൾ റേഞ്ച് കിട്ടിയില്ല. ആ ഒരു പെർട്ടിക്കുലർ സീറ്റിലിരുന്നാൽ മാത്രം. ഇവിടുത്തെ കാറ്റിൻ്റെ ഇതായിരിക്കും ചിലപ്പം. എന്നാൽ അവിടെ ഇരുന്ന് നോക്കിയിരുന്നത് ഗൂഗിൾ പേ. ടിബേറ്റൻ മാസ്റ്റിഫിനെ കണ്ടില്ലെന്ന് പറയുന്നത്. ഇതാണ് ടിബേറ്റൻ മാസ്റ്റിഫ്. ഇത് ഇവിടുത്തെ സ്റ്റൈലാണ്. നാശം കടിക്കും, ചിലപ്പോൾ ഒന്ന് കമ്മും. മാറി നിന്നാൽ നിനക്ക് ബർത്ത്ഡേൻ്റെ കടി കിട്ടും.